അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെച്ചു. ഒന്നിരുത്തി ചിന്തിച്ചാൽ അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച പെട്ടെന്നായിരുന്നു. സോഷ്യൽ മീഡിയ ഐക്കൺ തന്നെയായിരുന്ന മാങ്കൂട്ടം അതേ സോഷ്യൽ മീഡിയ തന്നെയാണ് കുടുക്കിയത്. തെളിവുകളും പരാതികളും വരിവരിയായി എത്തുകയാണ്. മാങ്കൂട്ടം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിച്ച ചില പ്രസക്ത ചോദ്യങ്ങളാണ് നമ്മൾ ഇഴകീറി പരിശോധിക്കാൻ പോകുന്നത്. നടിയും മാധ്യമപ്രവർത്തകയുമായ റിനി യുവ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചെത്തിയപ്പോഴാണ് വിഷയം കത്തി തുടങ്ങുന്നത്. പിന്നീട് ഹണി ഭാസ്കർ അതിനെ ആളിക്കത്തിച്ചു എന്ന് തന്നെ പറയണം. റിനിയുടെ ആരോപണം നോക്കുകയാണെങ്കിൽ മാങ്കൂട്ടത്തിന്റെ പേര് അവർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഹൂ കെയേഴ്സ് എന്ന മൈൻഡ് സെറ്റുള്ള ആളെ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് മാങ്കൂട്ടമാണെന്ന് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതുമാകാം. ഇനി മാധ്യമങ്ങൾ അത് കെട്ടിച്ചമയ്ക്കാനുള്ള കാരണത്തിലേക്ക് വരാം. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ മുൻപായിരുന്നു മാങ്കൂട്ടവും ഒരു മാധ്യമ പ്രവർത്തകയും തമ്മിലുള്ള ബന്ധത്തെ മോശമായി ചിത്രീകരിച്ച ചില സൈബർ പോരാളികൾ എത്തിയത്. അതിന് മറുപടിയായിട്ടാണ് അന്ന് രാഹുൽ ഹൂ കെയേഴ്സ് എന്ന വാക്ക് ഉപയോഗിച്ചത്. പത്രസമ്മേളനം വിളിച്ച നടിയും മാധ്യമപ്രവർത്തകയും അതിനപ്പുറം കോൺഗ്രസ് കുടുംബ പശ്ചാത്തലമുള്ള റിനി ഇതുവരെ പേരോ പാർട്ടിയോ വെളിപ്പെടുത്തിയിട്ടില്ല, പരാതി നൽകിയിട്ടുമില്ല. റിനിയുടെ കേസിൽ മാങ്കൂട്ടം തന്നെയെന്ന് ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് അത് വിടാം. ഇനി ഹണിയുടെ കാര്യത്തിലേക്ക് വരാം. ശ്രീലങ്കയുടെ യാത്രയെക്കുറിച്ച് അന്വേഷിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? സന്ദേശം അയക്കാനും മറുപടി പറയുവാനും സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് രാഹുൽ ചോദിച്ചതുപോലെ ഒരു വെള്ള ലവ് ചിഹ്നം ഗുരുതരമായ കുറ്റമായി കാണേണ്ടതില്ല. ഇനി നിർബന്ധിത ഗർഭചിത്രത്തിനുള്ള ഫോൺ സംഭാഷണം, മോദി മലയാളം പാട്ട് വരെ പാടുന്ന AI കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കിയെടുത്തതാണോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. വൈകിട്ട് രാഹുലിനെതിരെ വന്ന എതിർ പാർട്ടി സഹയാത്രികയെ ട്രാൻസ്ജെൻഡർ, അവരെ റേപ്പ് ചെയ്യണമെന്നാണ് മാങ്കൂട്ടം പറഞ്ഞത് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ മറ്റൊരു പാർട്ടി MLA പറഞ്ഞ സമയത്ത് അതെന്തുകൊണ്ട് അപ്പോൾ പുറത്തുവിടാതെ ഇപ്പോൾ പുറത്തുവിടുന്നു? ഈ ചോദ്യങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നേതാവ് മുരളീധരനും ചോദിക്കുന്നത്. ഇത് വലിയൊരു തിരക്കഥയുടെ ഭാഗമാണെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് കൂടി കേൾക്കാം. ഇവിടെ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് പത്രസമ്മേളനത്തിലല്ല, മറിച്ച് നിയമ നടപടികളായിട്ട് സ്വീകരിക്കേണ്ടത്. എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈൻറ്റ് പറഞ്ഞു? കാരണം പോലീസ് ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ, സർക്കാരിൻ്റെ കൂടെയാണ്. ഇനി പോലീസിലും വിശ്വാസമില്ലെങ്കിൽ എന്തുകൊണ്ട് കോടതിയെ സമീപിച്ചുകൂടാ? ഇപ്പോഴവർ കോടതിയെ സമീപിച്ചാൽ മുമ്പ് ചില കേസിൽ കോടതി ചോദിച്ച പോലെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമുണ്ടാകും. അതുകൊണ്ട് പത്രസമ്മേളനം വിളിച്ചൊരു ബഹളം ഉണ്ടാക്കി, എന്നിട്ടും പേര് പറയാൻ ധൈര്യമില്ല. എന്തിനാ ഭയപ്പെടേണ്ട ആവശ്യം എന്താ? ഇതിപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, 4 കാലും തുമ്പിക്കൈയും കൊമ്പുമുള്ള ജീവി ഏതാണ്? സിംഹവും കരടിയൊന്നും അല്ലാന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് പത്രസമ്മേളനം നടത്തിയ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് BJPയുടെ മാർച്ച്, ജനങ്ങൾ ദയനീയമായി പരാജയപ്പെടുത്തിയ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. ഇതൊക്കെ ഒരു തിരക്കഥയുടെ ഭാഗമാണ്. പക്ഷേ ഞങ്ങൾക്കത് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ പൊതുപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ സംശുദ്ധമായിരിക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പാർട്ടി ഇക്കാര്യം ഗൗരവത്തിൽ ചിന്തിച്ച് നടപടി സ്വീകരിക്കും. അത് ഞങ്ങളുടെ ദേശീയ നേതൃത്വം അക്കാര്യത്തിൽ വേണ്ട ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. ബാക്കി വിവരങ്ങൾ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞതനുസരിച്ച് പാർട്ടി നടപടി സ്വീകരിക്കും. രാഹുൽ എന്നെ പത്രക്കാരെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. ഇന്നിപ്പോ പുറത്ത് 2 വിഷയങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന്, രാഹുൽ ഒരു പെൺകുട്ടിയുമായി നടത്തിയിട്ടുള്ള ചാറ്റ്, വളരെ മോശം രീതിയിൽ നടത്തിയിട്ടുള്ള ചാറ്റിന്റെ വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഗർഭചിത്രം നടത്തണം എന്നാവശ്യപ്പെടുന്ന ഒരു ഓഡിയോ സന്ദേശം. ഇതൊക്കെ ശരിയാണ്? ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ശരിയാണ് എന്നാണോ? എനിക്ക് ഈ ഫീൽഡിൽ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഈ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ല ഈ സബ്ജക്റ്റ്. അതുകൊണ്ട് അറിയാത്ത സബ്ജക്റ്റ് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ഒരു വിഷയം ഞാൻ പഠിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു പെൺകുട്ടി പരാതിയുമായി രംഗത്ത് വരുമ്പോൾ അല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഗൗരവത്തിൽ എടുത്തത്. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഇങ്ങനെ അത്ര ഗൗരവത്തിൽ എടുക്കുമോ? കാരണം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറയും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. എല്ലാ പൊതുപ്രവർത്തകരും സംശുദ്ധ ജീവിതം പുലർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ടാണ് ഈ പറയുമ്പോൾ ഒരു ടെക്നിക്കൽ വശം ചൂണ്ടിക്കാണിക്കാതെ ഞങ്ങൾ നടപടിയിലേക്ക് നീങ്ങും. അപ്പോൾ അതെല്ലാം ഈ പെൺകുട്ടി പരാതിപ്പെട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? പ്രതിപക്ഷ നേതാവിനോട് ആ രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ കൃത്യമായ രീതിയിൽ ഒരു നടപടി ഉണ്ടായില്ല. എങ്കിൽ പോലീസിൽ അന്ന് കംപ്ലൈന്റ് ചെയ്യണം, കോടതിയിൽ പറയണം. ഉദ്ദേശിച്ച രീതിയിൽ ഞങ്ങൾ പറഞ്ഞ നേതാക്കന്മാർ അതിനോട് മുഖം തിരിഞ്ഞു എന്ന് അവർക്ക് തോന്നിയാൽ അവർ കോടതിയെ സമീപിക്കണം. ഇപ്പൊ കാലത്തറി ആ പെൺകുട്ടി ജനുവിൻ
അങ്ങനെയല്ല, അങ്ങനെ ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷെ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല, ചെയ്യേണ്ടിയിരുന്നത് നിയമത്തിന്റെ വഴിക്ക് പോകണമായിരുന്നു.